നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. ഇതാ നോക്കൂ, ഇപ്പോൾ ഇതാ ബിൽ നിയമമാകാൻ പോകുന്നു. പാർലമെന്റിൽ 12 മണിക്ക് ആരംഭിച്ച ആ ചർച്ച ഇപ്പോഴും അത് തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമമാകാൻ പോകുന്നു. പറയൂ, ഇപ്പോൾ ഇവർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ഒരു മതത്തിന് എതിരാണ് എന്നൊക്കെ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഞാനൊരു കഥ പറയാം, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സപ്പോസ് 35 വർഷം അല്ലെങ്കിൽ 40 വർഷം മുമ്പ് മുനമ്പത്തുള്ള ഒരു അമ്മച്ചി, അവർ ഈ കക്കയൊക്കെ വാരി മീനൊക്കെ കൊണ്ടു കിടന്ന് വിറ്റ്, കെട്ടുതാലിയൊക്കെ വിറ്റ് അവിടെ കുറച്ച് വസ്തു വാങ്ങി അതിലൊരു വീട് വച്ചു, ഇടയ്ക്കിടയ്ക്ക് പോയി വോട്ടൊക്കെ ചെയ്യും. ഒരു സാധാരണ ഇന്ത്യൻ പൗരയായിട്ട് അവർ 35 വർഷം അവിടെ ജീവിച്ചു വന്നു. അതിനുശേഷം ഒരു ദിവസം അവർ കരടയ്ക്കാൻ ചെന്നപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ കിട്ടി ഈ വഖഫ് അവരുടെ വസ്തു കൊണ്ടുപോയി എന്ന്. അപ്പോൾ ആ പാവത്തിന് ഈ വഖഫ് എന്താണെന്നോ വഖഫ് ആക്ട് എന്താണെന്നോ അവർക്ക് ഒരു എത്തും പിടിയും ഇല്ല. അവർ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് ഭരണഘടനയുടെ ആമുഖം എടുത്ത് ഒരാൾ അവരുടെ മലയാളത്തിലെ കൈ കൊടുത്തു. അപ്പോൾ അവർക്ക് മനസ്സിലാവാത്ത ചില ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മുടെ ആമുഖത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യൻ പൗരനും നീതി ലഭ്യമാകും, സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ. അവർക്ക് സോഷ്യൽ നീതി പോയോ? കഷ്ടപ്പെട്ട് ജീവിതകാലം മുഴുക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തുണ്ടാക്കിയ സമ്പാദ്യം പോയോ? അവരുടെ പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അവർ തന്നെ വോട്ട് ചെയ്ത് അവരുടെ എം പി ആക്കിയ ഹൈബി ഈടം വന്നിട്ട് അവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന് പകരം അതിന് പാര വയ്ക്കാൻ വേണ്ടി അവിടെ വാദിച്ചുകൊണ്ട് ഇരിക്കുന്നു. അടുത്തതായിട്ട് സ്വാതന്ത്ര്യത്തിൽ റൈറ്റ് ടു ബിലീഫ്, റൈറ്റ് ടു ഫെയ്ത്ത് ആൻഡ് റൈറ്റ് ടു വർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ വേളാങ്കണ്ണി മാതയുടെ പള്ളി നമ്മുടെ വഖഫ് ബോർഡ് കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് റൈറ്റ് ടു വർഷിപ്പ് പോയി. അവർക്ക് സ്വന്തം വസ്തുവിൽ നിന്നിട്ട് അവരുടെ ദൈവത്തിനെ വിളിക്കാനുള്ള അവകാശവും പോയി. അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സതീശൻ വന്നിട്ട് ഒന്ന് പറയും, മറ്റുള്ളവർ വന്നിട്ട് വേറെ വല്ലതും പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അവരോട് പറയുന്നു, എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നു. അവർക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 2 അവകാശം അവർക്ക് ഇപ്പോഴും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അവർക്ക് ഈ ആവിഷ്കരിക്കാനും ആലോചിക്കാനും ഉള്ള അവകാശം. അതായത് അവരുടെ ഈ ദുർവിധിയെ ഓർത്ത് അവർക്ക് ആലോചിച്ച് അത് എക്സ്പ്രസ് ചെയ്യാം, കരഞ്ഞ് തീർക്കാം. അടുത്തതായിട്ട് വരുന്നത് ഇക്വാലിറ്റിയാണ്, തുല്യത വരുമ്പോൾ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ അമ്മച്ചിക്ക് 3 കൊല്ലം മുമ്പുണ്ടായിരുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആണോ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും അല്ല, അവരുടെ സ്റ്റാറ്റസ് പോയി. പിന്നെ ഓപ്പർച്യൂണിറ്റി, സാധാരണ ഒരു ഇന്ത്യൻ പൗരന് 2 പേര് തമ്മിലൊരു വസ്തു തർക്കം ഉണ്ടായാൽ തീർച്ചയായിട്ടും സിവിൽ കോടതിയിൽ പോയിട്ട് അവിടുത്തെ നിയമം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടുള്ള സെക്കുലർ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ പ്രശ്നം പരിഹരിച്ച് എടുക്കാം. ഇവിടെ അവർ വഖഫ് ട്രൈബ്യൂണലിൽ പോകണം. അവിടെ വന്നിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ബാധകമല്ല, അതുകൊണ്ട് പിന്നെ പ്രമാണം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സിവിൽ പ്രൊസീജിയർ കോഡും ഇല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന വഖഫ് ട്രൈബ്യൂണലിൽ ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളതിന് ഒരു നിയമം ഇല്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് നിങ്ങളുടെ വസ്തുവാണെന്നല്ല തെളിയിക്കേണ്ടത്. കാരണം നിങ്ങളെ കരന്തീരം രസീതോ പട്ടയമോ പ്രമാണമോ ഒന്നും അവിടെ എടുക്കൂല. അവിടെ നിങ്ങൾ എന്താണ് തെളിയിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വഖഫ് ബോർഡ് വന്നിട്ട് 500 കൊല്ലം മുമ്പ് ഒരു വ്യക്തി വാക്കാൽ ഇതൊരു വഖഫാണെന്ന് പറഞ്ഞിരുന്നു. റീസൺസ് ടു ബിലീവ്, ദേ നീഡ് നോട്ട് ടു പ്രൊഡ്യൂസ് എനി എവിഡൻസ്. റീസൺസ് ടു ബിലീവ് ഉള്ള പക്ഷം ആ റീസൺസ് ടു ബിലീവിനെയാണ് ഈ വ്യക്തി പോയിട്ട് ഇല്ലാതാക്കേണ്ടത്. എങ്ങനെ മനുഷ്യസാധ്യമായ ഒരു കാര്യമാണോ അത്? വഖഫ് ബോർഡ് 500 കൊല്ലം മുമ്പ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രം എടുത്തു പോലും, ഈ ക്ഷേത്രക്കാരിനി അവിടെ പോയിട്ട് അങ്ങനെ എടുത്തില്ലായിരുന്നു എന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അപ്പം അതും ഓപ്പർച്യൂണിറ്റിയും പോയി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾ 14 ആണ്. 14 പ്രകാരം പിന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അവിടെ ഈ അമ്മച്ചിക്ക് അതും നഷ്ടപ്പെട്ടു. അടുത്തതായിട്ട് എന്താണ്? ഫെറ്റേണിറ്റി. എല്ലാവരും സഹോദരങ്ങളാണ്, സാഹോദര്യം വളർത്തണം. കൂടാതെ ഇന്ത്യയുടെ യൂണിറ്റി സംരക്ഷിക്കണം. അതും കൂടാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കണം. ഇങ്ങനെയുള്ള കാടൻ നിയമങ്ങൾ, ഡ്രാക്കോണിയൻ നിയമങ്ങൾ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും പാഴ്സിയും എല്ലാം കൂടെ തമ്മിൽ അടിക്കുകയല്ലേ ഉള്ളൂ. നാളെ വന്നിട്ട് ഹിന്ദുക്കൾക്കും കൂടി
ഈ വഖഫ് ആക്ട് പോലെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് ദേവസ്വം ബോർഡിന് ഏത് വസ്തു വേണമെങ്കിലും യൂണിലാറ്ററായിട്ട് തീരുമാനിച്ച് റവന്യൂ രേഖകളിൽ മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ഇപ്പം ഒരു എമ്പുരാൻ സിനിമ ഇറങ്ങിയല്ലോ, അതിൽ സീനുകളായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന എല്ലാ പ്രിയാമ്പുലർ പ്രോമിസസുകളും തച്ചുടയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഈ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഡ്രാക്കോണിയൻ നിയമം. എന്തുകൊണ്ട് പറ്റി നമുക്കറിയാം. ഇപ്പോഴുള്ള വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 എന്ന് പറയുന്നു. നാം മനസ്സിലാക്കേണ്ടത് 1954 നെഹ്റു കൊണ്ടുവന്ന വഖഫ് ആക്ടിലും ഇതേ വേഡിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ 1995 വരെ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉള്ള പക്ഷം അവർക്ക് സിവിൽ കോടതിയിൽ പോകാമായിരുന്നു, പരിഹാരം കണ്ടെത്താമായിരുന്നു. അപ്പോൾ ഈ മുസ്ലിം മതത്തിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു, പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം. കാരണം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കൂടുതൽ വസ്തുക്കൾ ഏറ്റെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് 95 ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ഒരു ജോക്കേഴ്സിൻ്റെ ഒരു സംവിധാനം അവർ ഉണ്ടാക്കി. കാരണം എന്താണ്, അവർക്ക് ഏത് നിയമം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ലിഖിതമായ ഒരു സംവിധാനം ഇല്ല. സിവിൽ പ്രൊസീജിയർ കോഡ് ബാധകം അല്ല. അപ്പോൾ നമ്മുടെ മുനമ്പത്തെ അമ്മച്ചി അവിടെ പോയി നിന്ന് ഇവരുടെ മുന്നിൽ കരയേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ വഖഫ് ആക്ട്? ഈ വഖഫ് ആക്ട് അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ട്രൈബ്യൂണലിലേക്ക് മാറാൻ പറഞ്ഞു, സിവിൽ കോടതികളെ ഒഴിവാക്കി. അതിനുശേഷം പറഞ്ഞു ലോ ഓഫ് ലിമിറ്റേഷൻ എടുത്ത് മാറ്റി കൊടുത്തു. നിങ്ങൾക്ക് എത്ര വർഷം പഴക്കമുള്ള 1000 വർഷമോ 1500 വർഷമോ ഈവൻ ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലം തൊട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ക്ലെയിം ചെയ്തോളൂ. ബാക്കി ഇങ്ങനെയാണ്. സിവിൽ കോടതിയിൽ 12 വർഷം വരെ മാത്രമേ ലോ ഓഫ് ലിമിറ്റേഷൻ പ്രകാരം ഒരു ഹർജി നമുക്ക് കൊടുത്ത് പരിഹാരം തേടാൻ പറ്റൂ. ഇവിടെ വന്നിട്ട് ഇഷ്ടം പോലെ യാത്ര ചെയ്തോളൂ. അതിനുശേഷം എന്ത് പറ്റി? 2013 ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ട് ഉണ്ടായിരുന്നല്ലോ. ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും ഒക്കെ പോയ പാവങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോയ വസ്തുക്കൾ, ഇത് സംഭവം ഇത് വഖഫ് ബോർഡിന് കൊടുക്കണമായിരുന്നു. അതുവരെ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിന് അടിയിൽ അത് സർക്കാർ നിയമിക്കുന്ന കസ്റ്റോഡിയൻസിൻ്റെ സംരക്ഷണയിൽ ആയിരുന്ന ഈ ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ വന്നിട്ട് വഖഫ് ബോർഡിന് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് വന്നിട്ടാണ് ഇഷാൽ ഹാവ് ദ ഓവർ റൈഡിങ് എഫക്റ്റ് എന്നുള്ള ഇത് 2013 കൊണ്ടുവരികയും ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിൽ കിടന്ന വസ്തുക്കളൊക്കെ വഖഫ് ബോർഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു കോടതിയിൽ ഇവാക്യൂ പ്രോപ്പർട്ടീസ് ആക്ടിന് അടിയിൽ ഒരാൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ റൈഡിങ് എഫക്റ്റ് ഇവിടെ കൊടുത്തതുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ബുദ്ധിപരമായി ഇന്ത്യ മഹാരാജ്യത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി മാത്രം കാലാകാലങ്ങളിലായി 1954 മുതൽ ഒരു നല്ല ചെസ് കളിക്കാരൻ്റെ പ്ലാനിങ്ങിൽ കാലാളിനെയും ആനയെയും കുതിരയെയും ഒക്കെ സമർത്ഥമായിട്ട് ഈ കോൺഗ്രസ് സർക്കാർ ഉപയോഗിച്ച് കൊണ്ടുവന്നതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് 2013 വന്ന ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വഖഫ് നിയമം. 95 വന്നു, 2013 അമെൻഡ് ചെയ്തു. ഇതിൽ ഇദ്ദേഹം കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് ശരിയാണ്. അംബേദ്കർ പറഞ്ഞു ആർട്ടിക്കിൾ 32 പ്രകാരം റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 29 വർഷമായിട്ട് ഒരു ഇന്ത്യക്കാരന് പോലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ ഡ്രാക്കോണിയൻ നിയമത്തിലെ എല്ലാമാണെന്ന് പറയില്ല, ഡ്രാക്കോണിയൻ നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധമായ സെക്ഷനുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു റിട്ട് പെറ്റീഷൻ കൊടുക്കാൻ ആർക്കും തന്നെ സാധിച്ചില്ല. പിന്നെ ഇദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം വഖഫ് ആക്ട് വായിച്ച് കാണത്തില്ല, ഈ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു തീരുമാനമെടുത്താലും ഹൈക്കോടതിയിലൊക്കെ പോകാം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു റിവിഷൻ, എന്താണ് ഒരു അപ്പീൽ. അദ്ദേഹം വഖഫ് ആക്ട് എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദ ഡിസിഷൻ ഓഫ് ദ വഖഫ് ട്രൈബ്യൂണൽ ഷാൽ ബി ഫൈനൽ എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് അതിൽ എഴുതിയിട്ടുണ്ട്, ഇനി ഹൈക്കോടതി ജഡ്ജിക്ക് തോന്നുകയാണെങ്കിൽ ഒരു കേസിനെ വിളിച്ചു വരുത്തി എന്തെങ്കിലും ചെയ്യാം, അല്ലാത്ത പക്ഷം യു ക്യാൻ മേക്ക് ആൻ ആപ്ലിക്കേഷൻ. ഒരു റിവിഷൻ എന്ന് പോലും പറയുന്നില്ല, അപ്പീലേ പോട്ടെ, റിവിഷൻ എന്നോ റിവ്യൂ എന്നോ വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻ, ഒരു അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹൈക്കോടതി ജഡ്ജി ബെച്ചു കുര്യൻ തോമസ് പരാമർശിച്ചതും അതാണല്ലോ, വഖഫ് ട്രിബ്യൂണലിന്റെ പരിധിയിലുള്ളത്, അതിലൊന്നും ഇടപെടാൻ പറ്റില്ല എന്നുള്ള പരാമർശം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ ഇദ്ദേഹം എന്തായിരുന്നു പറയുന്നത്, ഹൈക്കോടതി പോകാം. അതെ, ഹൈക്കോടതി പോകാമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും വഖഫ് ബോർഡിനെതിരെ
നമുക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ ഭരണഘടനാ അവകാശത്തിന് എതിരാണെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ പോകാം. വേറെ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, ഇറ്റ് ഈസ് ഓൺലി എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. അതിന് നിങ്ങൾക്ക് വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് നിങ്ങളെ വസ്തു ഏറ്റെടുത്തു കഴിഞ്ഞാൽ, വഖഫ് ട്രൈബ്യൂണൽ അതിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ യു ഹാവ് നോ ലീഗൽ ആൾട്ടർനേറ്റീവ്സ് എന്നുള്ളതാണ് പരമമായ സത്യം. അഥവാ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയാലും അവർ വഖഫ് ആക്ട് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിധിച്ചിരിക്കുന്നതെന്ന് മാത്രമേ നോക്കുള്ളൂ. അവിടെ ഒരു അപ്പീലില്ല. ഇപ്പോഴും ഐ ആം നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് അമെൻമെന്റ്. കാരണം ഈ ഒരു വ്യക്തി അത് വന്നിട്ട് എന്തിനു വൈ ഷുഡ് ഹി ഗോ ടു ദ വഖഫ് ട്രൈബ്യൂണൽ? ഈ വ്യക്തികൾ തമ്മിലുള്ള വസ്തു തർക്കം, ഉടമസ്ഥാവകാശ തർക്കം എല്ലാം പഴയതുപോലെ സിവിൽ കോടതി തീരുമാനിക്കട്ടെ എന്നും, അല്ലാതെ ഒരു വസ്തു ഇത് ഷിയ വഖഫാണോ സുന്നി വഖഫാണോ, ഇലക്ഷൻ നടന്നത് ശരിയാണോ, അക്കൗണ്ട് ശരിയാണോ എന്നുള്ളൊക്കെ കേസ് മാത്രം ഈ വഖഫ് ട്രൈബ്യൂണൽ നോക്കണം. അല്ലാത്തടത്തോളം കാലം ഇപ്പോഴും ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നാൽ പോലും ഇത് 100% ഭരണഘടനാപരമായ ഒരു ആക്റ്റാണ്, നിയമമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഇതിൽ തന്നെയാണ് ഇവിടെ സാധാരണ എല്ലാ പൗരന്മാർക്കും. അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയ അടിമകൾക്ക് മാത്രമേ ഈ വഖഫ് ഇപ്പോഴുള്ള വഖഫ് നിയമം ഭരണഘടനാപരമാണെന്നും ഈ കൊണ്ടുവരാൻ പോകുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും പറയാൻ പറ്റും. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല, ഞാനൊരു മതവിശ്വാസിയും അല്ല. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് ഭരണഘടനയുടെ വെളിച്ചത്തിൽ ഒരു ഇന്ത്യൻ പൗരനുള്ള അവകാശം മാത്രം കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത്. ഇതിപ്പോഴുള്ള 1995 വഖഫ് ആക്ട് തികച്ചും ഭരണഘടനാ വിരുദ്ധം ആണ്. അതിന് യാതൊരു സംശയവും തന്നെ ഇല്ല. അതിനെ എത്രയും വേഗം എടുത്ത് അറബിക്കടലിൽ എറിയേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഏകദേശം അരമണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി. എന്തായാലും ഇപ്പോഴും ചർച്ച തുടരുകയാണ്. 8 മണിക്ക് ചർച്ച അവസാനിക്കുമെന്നാണ് കരുതിയത്, പക്ഷേ ചർച്ച ഇപ്പോഴും തുടരുകയാണ്.